എൻട്രിയായി ഹിന്ദി ചിത്രം ലപ്പത്ത ലേഡീസ്. നടൻ ആമിർ ഖാൻ നിർമ്മിച്ച് കിരൺ റാവു സംവിധാനം ചെയ്ത ചിത്രം വിദേശ ഭാഷാ വിഭാഗത്തിലേക്കാണ് മത്സരിക്കുന്നത്. ആസാമീസ് സംവിധായകൻ ജാനു ബാറുവയുടെ നേതൃത്വത്തിലുള്ള 13-അംഗ സെലക്ട് കമ്മിറ്റി ചിത്രം തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ഹനുമാൻ, ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കൽക്കി 2898 AD, ബോളിവുഡ് ഹിറ്റ് ചിത്രമായ ആനിമൽ, ചന്തു ചാമ്പ്യൻ, സാം ബഹദൂർ, സ്വാതന്ത്ര്യ വീർ സവർക്കർ, ഗുഡ് ലക്ക്, ഖരത്, ഗണപതി, മൈതാനം, ജോറം, കൊട്ടുകാലി, ജമ, ആർട്ടിക്കിൾ 370, ദേശീയ അവാർഡ് നേടിയ മലയാള ചിത്രം ആട്ടം, ആടുജീവിതം, കാനിൽ അവാർഡ് കിട്ടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, വിക്രം ചിത്രം തങ്കലാൻ, വാഴൈ, ഉള്ളൊഴുക്ക്, ശ്രീകാന്ത് എന്നിങ്ങനെ 29 ചിത്രങ്ങളിൽ നിന്നാണ് ലപ്പത്ത ലേഡീസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മലയാള ചിത്രം ഉള്ളൊഴുക്ക് അവസാന 5 ചിത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഹിന്ദി സിനിമ ശ്രീകാന്ത്, തമിഴ് സിനിമകളായ വാഴൈ, തങ്കലാൻ എന്നിവയാണ് ആദ്യ 5-ൽ ഇടം പിടിച്ച മറ്റു ചിത്രങ്ങൾ. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ 2018 ഓസ്കാർ അവാർഡിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തെരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷം അയച്ചിരുന്നു. പുരുഷാധിപത്യത്തെക്കുറിച്ചുള്ള ലഘുവായ ആക്ഷേപഹാസ്യമാണ് ലപ്പത്ത ലേഡീസ്. അക്കാദമി അവാർഡിലെ മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്ര വിഭാഗത്തിൽ മത്സരിക്കാനാണ് ചിത്രം തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ മാർച്ച് 1-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. എന്നാൽ OTTയിൽ എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഭാഷാഭേദമന്യേ ലപ്പത്ത ലേഡീസിനെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഏറ്റെടുക്കുകയായിരുന്നു. ബിപ്ലവ് ഗോസ്വാമിയുടെ ചെറുകഥയെ ആസ്പദമാക്കിയാണ് കിരൺ റാവു ചിത്രമൊരുക്കിയത്. നിതാൻഷി ഗോയൽ, പ്രതിഭ രത്ന, സ്പർശ് ശ്രീവാസ്തവ, ഛായ കദം, രവി കിഷൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു. 2024-ൽ എടുത്തു പറയത്തക്ക ഒരു വിജയവും സംഭവിക്കാതെയായിരുന്നു ബോളിവുഡ് സിനിമാ ലോകം കടന്നുപോയിക്കൊണ്ടിരുന്നത്. മാർച്ച് 1-ന് 6 ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നു. ഇക്കൂട്ടത്തിൽ ആമിർ ഖാൻ നിർമ്മിച്ച ലപ്പത്ത ലേഡീസും റിലീസ് ചെയ്തു. എന്നാൽ വേണ്ടത്ര വിജയം ലഭിച്ചില്ലെങ്കിലും OTTയിലെത്തിയപ്പോൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഉത്തരേന്ത്യൻ ഗ്രാമീണ പശ്ചാത്തലത്തിലൊരുങ്ങിയ ചിത്രം ഫൂൽകുമാരി, ജയ ത്രിപാഠി എന്നിവരുടെ ജീവിതങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. വിവാഹത്തിൽ കുരുങ്ങിപ്പോകുന്ന ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതം തുറന്നു കാട്ടുകയാണ് ഈ ചിത്രം. വടക്കേ ഇന്ത്യയിലെ സാങ്കല്പിക ഗ്രാമമായ നിർമ്മൽ പ്രദേശിൽ 2001-ൽ നടക്കുന്ന കഥയെന്ന മട്ടിലാണ് ചിത്രം തുടങ്ങുന്നത്. വിവാഹശേഷം തീവണ്ടിയിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് യാത്രയിലാണ് 2 നവവധുക്കൾ. എന്നാൽ ട്രെയിനിലെ തിരക്ക് മൂലം മറ്റൊരു വധുവുമായി നായകൻ ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് വീട്ടിലെത്തുമ്പോഴാണ് വധു മാറിപ്പോയ കാര്യം തിരിച്ചറിയുന്നത്. തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. വലിയ താരനിരകളൊന്നും തന്നെ ചിത്രത്തിലില്ല. ഡാൻസോ പഞ്ച് ഡയലോഗുകളോ ഇല്ല. എന്നിട്ട് പോലും ചിത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ഇത് തന്നെയാണ് ആ ചിത്രത്തിന്റെ വലിയ വിജയവും.